അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം, കേൾക്കണം, ഷെയർ ചെയ്യും വേണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് ഇത്തവണ മാറിയിട്ടുണ്ട്. മൊത്തത്തിൽ മാറിയോ? മൊത്തത്തിൽ മാറിയിട്ടില്ല, പക്ഷേ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ മിസ്റ്റേക്സുകൾ ഉണ്ടായിരുന്നു. ആ മിസ്റ്റേക്സുകളൊക്കെ ഈ വർഷം ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടി ടെക്സ്റ്റ് ബുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, മറ്റുള്ള പുസ്തകത്തിലൊന്നും ഈ പ്രശ്നമില്ല, ബയോളജിയുടെ കേസിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നം. അപ്പോൾ എവിടെയൊക്കെ മാറിയിട്ടുണ്ട്, എന്തൊക്കെ മാറിയിട്ടുണ്ട്, ഏതാണ് പുതുതായി ആഡ് ചെയ്തിട്ടുള്ളത്, ഏതാണ് ഒഴിവാക്കിയിട്ടുള്ളതെന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അറിയണം. അതല്ലാത്ത പക്ഷം നിങ്ങൾ ആഡ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും ചെയ്യും, ആഡ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളിട്ട് പഠിക്കില്ല, എന്നിട്ട് മൊത്തത്തിൽ പാറി പൊട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുന്ന കുറേ വിദ്യാർത്ഥികളുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ വർഷം SSLC പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചിട്ട് അത് വെച്ച് പഠിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. അപ്പോൾ അവർ ഇതൊന്നും അറിയാതെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ലാസ്റ്റ് പെടാൻ ചാൻസ് ഉണ്ട്. ഞാൻ സത്യത്തിൽ പറയാലോ, ഈവൻ ടീച്ചേഴ്സ് പോലും ഇത് അറിഞ്ഞിട്ടില്ല. കാരണം ടെക്സ്റ്റ് ബുക്ക് ഈ അടുത്താണ് വന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സ്കൂൾ ഇപ്പോൾ 1-ാം തീയതിയാണല്ലോ തുറന്നത്. അതിൻ്റെ കുറച്ച് മുമ്പാണ് പല സ്കൂളുകളിലും ടെക്സ്റ്റ് ബുക്ക് എത്തിയത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എത്തിയതിന് ശേഷമാണ് ടീച്ചേഴ്സ് തന്നെ മനസ്സിലാക്കിയത് അതിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ പൊതുവെ പല ടീച്ചേഴ്സും, പല ട്യൂഷൻ സെൻറ്റേഴ്സിലെ ടീച്ചേഴ്സൊന്നും ഇത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്കും ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളാണ് കാണുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ എനിവേ ഇത് ആർക്കും ഇത് ആരും അറിയാതെ പോകരുത്. കാരണം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. കാരണം നമ്മൾ പഴയ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് പഠിക്കുന്നത്, അതിലാ സാധനം ഇല്ല. അപ്പോൾ നമ്മളിത് അറിയാതെ പോവുകയാണ്. അത് നമ്മളെ മിസ്റ്റേക്ക് അല്ല, പക്ഷേ നമ്മളത് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അത്രയും സ്ട്രെസ്സായിട്ട് നിങ്ങളോട് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം, കേൾക്കണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യണം, എന്തായാലും മസ്റ്റായിട്ട് ഷെയർ ചെയ്യണം. എന്നിട്ട് ഇത്ര മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്, ഇത്ര കറക്ഷൻസ് വന്നിട്ടുണ്ട്, ബയോളജിയിൽ ഈ സാധനം ആഡ് ചെയ്തിട്ടുണ്ട്, ആ സാധനം ആഡ് ചെയ്തിട്ടുണ്ട്, കുറേ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ സാധനം മാറ്റിയിട്ടുണ്ട്. ഏകദേശം 15-16 മാറ്റങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അതും ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലാണ്. സെക്കൻഡ് പാർട്ട് ഇനി വരാനുണ്ട്. സെക്കൻഡ് പാർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് രണ്ടും കമ്പയർ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഫസ്റ്റ് പാർട്ടിലുള്ള മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നും ഞാൻ 1 by 1 ആയിട്ട് കൃത്യമായിട്ട് പറയാം. 2 പാർട്ട് വീഡിയോ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അത് രണ്ടും ഞാൻ ഒരുമിച്ച് അപ്ലോഡ് ചെയ്യും നമ്മളെ ചാനലിൽ. അത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കാണണം. എന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ വെച്ചിട്ട് ഈ വീഡിയോ കാണണം. ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ വെച്ചിട്ട് ഈ വീഡിയോ കാണണം. വീണ്ടും പറയുന്നു, ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണണം. എന്നിട്ട് എവിടെയാണോ മിസ്റ്റേക്ക് അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. എവിടെയാണോ പുതുതായിട്ടുള്ള കണ്ടന്റ് ആഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾ അവിടെ ആഡ് ചെയ്യണം. ഏതാണ് ഒഴിവാക്കേണ്ടത് അത് നിങ്ങൾ വെട്ടണം. അത് അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഇനി ഓരോന്നും നിങ്ങൾക്ക് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിൽ ഒന്നാമത്തേത് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 1, ഒന്നാമത്തെ നമ്മളെ ജനറ്റിക്സിൻ്റെ ചാപ്റ്ററിൽ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു DNA ഒരു ഭാഗത്ത് ഈ 4 ശാസ്ത്രജ്ഞന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ജെയിംസ് വാട്സൺ 1928 എന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അയാൾ മരിച്ച വർഷം കൊടുത്തിട്ടില്ല. കാരണം അയാൾ കഴിഞ്ഞ വർഷമാണ് മരിച്ചത്, 2025. അപ്പോൾ കഴിഞ്ഞ വർഷമാണല്ലോ ടെക്സ്റ്റ് ബുക്ക് ഇറങ്ങിയത്, അന്ന് അയാൾ മരിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ അയാൾ മരിച്ചു. അപ്പോൾ മരിച്ചപ്പോൾ 2025 എന്നുള്ളത് വർഷം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തവണ ആഡ് ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അത് കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, ഇത്തവണത്തെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്കുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, 2025 അവിടെ എഴുതി വെക്കുക. അതൊന്നാമത്തെ കറക്ഷൻ. രണ്ടാമത്തെ കറക്ഷൻ പേജ് നമ്പർ 12. ഇത് പേജ് നമ്പർ 9 ആട്ടോ. പേജ് നമ്പർ 12. പേജ് നമ്പർ 12 ക്രോമസോം എന്നുള്ളൊരു ചെറിയൊരു പെട്ടിക്കോളം ഉണ്ട്. ആ ക്രോമസോം എന്ന് പറയുന്ന പെട്ടിക്കോളത്തിൽ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ഉണ്ട്. ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രൊമാറ്റിഡുകൾ. ഓക്കെ, പക്ഷേ അത് ഇത്തവണ എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ, ഒരു ക്രോമസോമിനെ ഇരട്ടിച്ച ഒരു ക്രോമസോമിൽ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രൊമാറ്റിഡുകൾ. അവിടെ ഇരട്ടിച്ച എന്നുള്ള ഒരു വാക്ക് അധികരിച്ചു. അങ്ങനെ ഒരു വാക്ക് എവിടെ ഇല്ല, കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. ഇവിടെ ഇരട്ടിച്ച എന്നുള്ളൊരു വാക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അധികരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇരട്ടിച്ച എന്നുള്ള വാക്ക് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഇരട്ടിച്ച ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രൊമാറ്റിഡുകൾ. അങ്ങനെ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം ക്രൊമാറ്റിഡ്സ് ആർ ദ പാർട്സ് ഓഫ് ക്രോമസോം വിച്ച് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് സെൻട്രോമിയർ. അതെങ്ങനെ ഇത്തവണ വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, ക്രൊമാറ്റിഡ്സ് ആർ ദ പാർട്സ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റഡ് ക്രോമസോം. ഇരട്ടിച്ച, ഡ്യൂപ്ലിക്കേറ്റഡ്. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റഡ് എന്നുള്ളൊരു വാക്ക് ഇവിടെ അഡീഷണൽ ആയി വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, എഴുതി കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ പേജ് നമ്പർ 25. പേജ് നമ്പർ 25 മെന്റലിൻ്റെ ഇൻഫ്ലുവൻസസ്, അതായത് മെന്റലിൻ്റെ പോസ്റ്റുലേറ്റ്സ് അല്ലെങ്കിൽ മെന്റലിൻ്റെ അനുമാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പെട്ടിയുണ്ട്. ഈ പെട്ടിയിൽ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, ഒന്നാമത്തെ ജനറേഷനിൽ ഒരു ക്യാരക്ടർ എന്താണ് പ്രകടമാകും, ഡൊമിനൻ്റ് ആവും. അത് ഡൊമിനൻ്റ് ട്രേറ്റ്, മറ്റേത് റെസിസീവ് ട്രേറ്റ്. അതൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാന്ന് വിചാരിക്കുന്നു. ഒന്ന് പ്രകട ഗുണമെന്നും മറ്റേത് ഗുപ്ത ഗുണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു അഡീഷണൽ പോയിന്റ് ഈ വർഷം ആഡ് ചെയ്തിട്ടുണ്ട്. നോട്ട് പോയിന്റ് ഇതാ, ഒന്ന് എന്താണ് ഡൊമിനൻ്റ് ആവും, മറ്റേത് ഹിഡൻ ആവും. ഒന്ന് ഫസ്റ്റ് ജനറേഷനിൽ എന്ത് ചെയ്യും, ഡൊമിനൻ്റ് എക്സ്പ്രസ് ആവും, മറ്റേത് ഹിഡൻ ആവും എന്ന് കഴിഞ്ഞതിന് ശേഷം ബ്രാക്കറ്റ് ഇട്ടിട്ട് ലോ ഓഫ് ഡോമിനൻസ്, അതായത് ആ ഒന്ന് ഡൊമിനൻ്റ് ആവും, ഒന്ന് റെസിസീവ് ആവും, ഒന്ന് പ്രകടമാവും, ഒന്ന് മറഞ്ഞിരിക്കും. അങ്ങനെയുള്ള ആ പരിപാടിക്ക്, ആ ഒരു നിയമത്തിന് ഒരു പേരുണ്ട്. ആ പേര് കഴിഞ്ഞ വർഷം മെൻഷൻ ചെയ്തിട്ടില്ല.
ഓക്കെ. പക്ഷേ ഈ വർഷം ആ നിയമത്തിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതാണ് ലോ ഓഫ് ഡോമിനൻസ്. അതിൻ്റെ മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതാ പ്രകട സ്വഭാവ നിയമം. അങ്ങനെ പ്രകട സ്വഭാവ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഡോമിനൻസ് എന്നുള്ളൊരു വാക്ക് കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ തപ്പിയാൽ കിട്ടൂല. ഓക്കെ, അത് പുതുതായി ആഡ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കണം, ലോ ഓഫ് ഡോമിനൻസ്, പ്രകട സ്വഭാവ നിയമം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതിൽ തന്നെ ഈ ഒരു പെട്ടിയിൽ തന്നെ തേർഡ് പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് ഇതാ, ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയുന്നു. അതൊരു പോയിന്റാണ്, അതൊരു നിയമമാണ് ആക്ച്വലി. ആ നിയമത്തിന്റെ പേര് അവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ ഇത്തവണ നോക്കൂ സുഹൃത്തുക്കളെ, ഇതാ ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയുന്നു. എന്നിട്ട് ആ നിയമത്തിന്റെ പേര് വിവേചന നിയമം എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ ലോ ഓഫ് സെഗ്രിഗേഷൻ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ അവിടെ ഒരു ലോ ഓഫ് സെഗ്രിഗേഷൻ എന്നോ അങ്ങനെ ഒരു കുന്തവും കൊടുത്തിട്ടില്ല. അപ്പോൾ അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. പേജ് നമ്പർ 25 കേട്ടോ. നെക്സ്റ്റ് ഇനി മാറ്റുള്ളത് പേജ് നമ്പർ 27 പേജ് നമ്പർ 27 വീണ്ടും ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ജീവിയുടെ ഒരു ജോഡി അലീലുകൾ മറ്റൊരു ജോഡി അലീലിൻ്റെ വേർപിരിയലിനെ സ്വാധീനിക്കുന്നില്ല. എ പെയർ ഓഫ് അലീൽസ് ഇൻ ആൻ ഓർഗാനിസം ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് സെപ്പറേഷൻ ഓഫ് അനദർ പെയർ ഓഫ് അലീൽസ്. അതൊരു നിയമമാണ്. ആ നിയമത്തിന് ഒരു പേരുണ്ട്. അത് കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷേ ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. നോക്കൂ സുഹൃത്തുക്കളെ, ആ നിയമത്തിന്റെ പേരാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, സ്വതന്ത്ര അപവ്യൂഹന നിയമം. ഓരോ വൃത്തികെട്ട പേരില്ലേ, സ്വതന്ത്ര അപവ്യൂഹന നിയമം. ഒന്നും ചെയ്യല്ല, ദുആ ചെയ്യാം. ഓക്കെ, സ്വതന്ത്ര അപവ്യൂഹന നിയമം, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അങ്ങനെ ഒരു വാക്ക് ഇവിടെ കൊടുത്തിട്ടില്ല, കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. അപ്പോൾ ആ ഒരു പോയിന്റും നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ഓരോ മിസ്റ്റേക്സുകൾ കേട്ടോ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. പരീക്ഷയ്ക്ക് ലോ ഓഫ് ഡോമിനൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അന്തം വിട്ട് നിൽക്കരുത്. കാരണം അത് ഞങ്ങൾ പഠിച്ച ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അതുണ്ട്. അതാ ഞാൻ പറയുന്നത്, ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ വീഡിയോ. ഇതെന്തായാലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇതൊരു കുട്ടി പോലും അറിയാതെ പോരുത് കേരളത്തിൽ. കാരണം നമ്മൾ നിഷ്കളങ്കരായിട്ടുള്ള ഇതൊന്നും അറിയാതെ എങ്ങനെ നമ്മൾ എന്ത് ലാസ്റ്റ് ലോ ഓഫ് ഡോമിനൻസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്തെന്ന് ചോദിച്ചാൽ നമ്മളാകെ അന്തം വിട്ട് നിൽക്കാൻ പാടില്ലല്ലോ. ഓക്കെ, പിന്നെ പേജ് നമ്പർ 30 എടുക്കുക. പേജ് നമ്പർ 30 ക്രോസിംഗ് ഓവറിൻ്റെ പിക്ചർ ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ പിക്ചർ ഇതാണ്. ഓക്കെ, ഇതാണ് കഴിഞ്ഞ വർഷത്തെ പിക്ചർ. ഇനി ഇതാണ് ഈ വർഷത്തെ പിക്ചർ. ഒരു ബന്ധമുണ്ട്, പക്ഷെ മാറ്റമുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഈ ഒരു പിക്ചർ വെച്ചുകൊണ്ട് പഠിച്ചു പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് പുതിയ വർഷത്തെ പിക്ചർ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ സുഹൃത്തുക്കളെ, രണ്ടാൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗമാണ് കെയാസ്മ. ഇവിടെയും രണ്ടാൾ കൂട്ടിമുട്ടുന്ന ഭാഗമാണ് കെയാസ്മ. സംഭവമൊക്കെ കറക്റ്റ് തന്നെയാണ്, പക്ഷേ ഈ പിക്ചർ മാറിയിട്ടുണ്ട്. ആ ഒരു സാധനം നോക്കി വെക്കണം. നെക്സ്റ്റ് പേജ് നമ്പർ 31 മ്യൂട്ടേഷൻ്റെ ഡെഫിനിഷൻ. കഴിഞ്ഞ വർഷത്തെ ഡെഫിനിഷൻ, മ്യൂട്ടേഷൻ ഈസ് ദ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം. ജനിതഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നു അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന മാറ്റങ്ങളാണ് മ്യൂട്ടേഷൻ. ഓക്കെ, അത് ഓക്കെയാണ്. പക്ഷേ ഇത്തവണ അതെന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഷോർട്ട് ആക്കിയിട്ടുണ്ട്, വളരെ ചുരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു കുറച്ച് നീട്ടിപ്പരത്തിയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. പക്ഷേ ഈ വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സിമ്പിൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. മ്യൂട്ടേഷൻ ഈസ് ദ സഡൻ ചേഞ്ച് ഇൻ ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം. ജനിതഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്ന മാറ്റമാണ് മ്യൂട്ടേഷൻ. മറ്റേത് 3 ഉണ്ടായിരുന്നു, ഇത് വളരെ കുറച്ചുള്ളൂ. അത് ഒന്നും കൂടി ചെറുതാക്കിയിട്ടുണ്ട്. അത് ഹാപ്പിയാണല്ലേ, ഒന്ന് ചെറുതാക്കുകയാണല്ലോ ചെയ്തത്. ഇനി അടുത്തത് അതേ പേജിൽ തന്നെ പേജ് നമ്പർ 31 തന്നെ ഈ ഒരു മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു പിക്ചറിൻ്റെ താഴെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ വർഷം ഇങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ്. ഇതാ, മ്യൂട്ടേഷൻ ക്യാൻ ബി കോസ്ഡ് ബൈ ഇറേഴ്സ് ഡ്യൂറിങ് DNA ഡെപ്ലിക്കേഷൻ, സെർട്ടൻ കെമിക്കൽസ്, റേഡിയേഷൻ എക്സെട്ര. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ട്. മ്യൂട്ടേഷൻ കോസസ് ചേഞ്ചസ് ഇൻ ജീൻസ്. മ്യൂട്ടേഷൻ കോസസ് ചേഞ്ചസ് ഇൻ ജീൻസ്. അത് ഈ തവണ എങ്ങനെ വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഇതാ, മ്യൂട്ടേഷൻ കോസസ് ഇൻ സൊമാറ്റിക് സെൽസ് ആൻഡ് ജെർമിനൽ സെൽസ്. നേരത്തെ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, മ്യൂട്ടേഷൻ ഒരു ജീൻസിൽ നടക്കുന്നുണ്ട്, പക്ഷെ അത് ഏത് ജീൻസിലാണെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാ, മ്യൂട്ടേഷൻ ഇൻ സൊമാറ്റിക് സെൽസ് ആൻഡ് ജെർമിനൽ സെൽസ് ദാറ്റ് കോസ് ചേഞ്ചസ് ഇൻ ജീൻസ്. ഓക്കെ, മറ്റേത് മ്യൂട്ടേഷൻ കോസ് ചേഞ്ചസ് ഇൻ ജീൻസ് എന്ന് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇതാ, മ്യൂട്ടേഷൻ കോസ് ചേഞ്ചസ് ഇൻ ജീൻസ്. പക്ഷെ ഇവിടെ 2 വാക്കുകൾ അധികരിച്ച് വന്നിട്ടുണ്ട്. മ്യൂട്ടേഷൻ ഇൻ സൊമാറ്റിക് സെൽസ് ആൻഡ് ജെർമിനൽ സെൽസ്. സൊമാറ്റിക് സെൽസിലും ജെർമിനൽ സെൽസിലും സംഭവിക്കുന്ന മ്യൂട്ടേഷനാണ് എന്ത് ചെയ്യുന്നത്, കോസ് ചേഞ്ചസ് ഇൻ ജീൻസ്, ജീൻസിൻ്റെ ചേഞ്ചസിന് കാരണമാകുന്നത്. ഓക്കെ, മ്യൂട്ടേഷൻ സൊമാറ്റിക് സെൽസ് അഥവാ ശരീരകോശങ്ങളിലും അതുപോലെ തന്നെ ജെർമിനൽ സെൽസ് അഥവാ പ്രത്യുൽപാദക കോശങ്ങളിലും മാറ്റം ഉണ്ടാക്കുന്നു, അതിൻ്റെ ജീനുകളിൽ മാറ്റം ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു വാക്ക് എവിടെ ഇല്ല. ഒരു പ്രത്യുൽപാദക കോശമെന്നോ ശരീരകോശമെന്നോ അങ്ങനെയുള്ളൊരു വാക്കുകളൊന്നും എവിടെ ഇല്ല. ഒരു മിനിറ്റ് കിട്ടും. അതാ, എവിടെ ഇല്ല, കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിലില്ല. ആ ഒരു വാക്ക് പുതിയ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിലാണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. സൊമാറ്റിക് സെൽസ് ആൻഡ് ജെർമിനൽ സെൽസ്. അതിൻ്റെ മലയാളം പ്രത്യുൽപാദക കോശങ്ങളിലും അതുപോലെ തന്നെ ശരീരകോശങ്ങളിലും. അപ്പോൾ ആ 2 വാക്കുകളും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, പഴയ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൃത്യമായിട്ട് പേജ് നമ്പറൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പേജ് നമ്പറൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കണ്ട് കറക്റ്റ് എവിടെയാണ് എന്താണെന്നുള്ളത് കറക്റ്റ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് അത് അവിടെ എഴുതി കൊടുത്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ്
ചാപ്റ്ററിലുള്ള മിസ്റ്റേക്കുകൾ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് ചാപ്റ്ററിലും ഇതേപോലെ ഒരു മിസ്റ്റേക്കുകളുണ്ട്, തേർഡ് ചാപ്റ്ററിലും മിസ്റ്റേക്ക് ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കാണാം. ഇത് എനിക്ക് ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്യാം, പക്ഷേ അപ്പോൾ ഒന്നായിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം അടുത്ത വീഡിയോ കാണുക. രണ്ടും കുട്ടികൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സീ യു സൂൺ. വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം അറക്കൽ.